എക്കലും ചെളിയും ജൈവ അവശിഷ്ടങ്ങളും കൊണ്ട് സമൃദ്ധമാണ് നദീതടങ്ങളും കായലോരങ്ങളും. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കായലോരങ്ങൾ കൃഷിക്ക് അനുയോജ്യവുമാണ്. പ്രത്യേകിച്ചും 8 മുടികൾ ചേരുന്ന അഷ്ടമുടി കായൽ. കായലിൽ നിന്നും സമൃദ്ധമായി ലഭിക്കുന്ന വിവിധ തരം മത്സ്യങ്ങളെയും കരയിലെ കൃഷിയിൽ നിന്നും തെങ്ങും വാഴയും മറ്റു പച്ചക്കറി കൃഷികളെയും ആശ്രയിച്ച് അഷ്ടമുടി കായലിനെ ചുറ്റിപ്പറ്റി ജീവനോപാധി കണ്ടെത്തുന്ന കർഷകർ. ഇത്തരം കർഷകരിൽ വ്യത്യസ്തനായ ഒരു കർഷകനാണ് ശ്രീ ബിനു കരുണാകരൻ. ഇൻസ്ട്രുമെന്റേഷൻ കോഴ്സ് പാസ്സായി ഒരു ജോലി നേടാൻ ശ്രമിച്ചെങ്കിലും മൺട്രോത്തുരുത്തിലെ തൻ്റെ ഈ മണ്ണിൽ പൊന്നു വിളയിക്കാമെന്ന ആത്മവിശ്വാസം ഈ യുവാവിനെ കൃഷിയിലേക്ക് ആനയിച്ചു. ഇടത്തോടുകളും നിറഞ്ഞ മണ്ണും ചെമ്മീൻ പാടവും ചെമ്മീൻ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിമറിക്കുകയാണ് ബിനു ആദ്യം ചെയ്തത്. നല്ല വിളവ് ലഭിക്കുമെന്ന് കരുതിയ ചെമ്മീൻ സ്വപ്നം ആദ്യഘട്ടത്തിൽ തന്നെ തകർന്നുപോയി. ഇത് പക്ഷേ ബിനുവിനെ തളർത്തിയില്ല. പിന്നീട് അഷ്ടമുടി കായലിന്റെ അഗാധതയിൽ വിലമതിക്കാനാവാത്ത പവിഴങ്ങളായ അഷ്ടമുടി കരിമീനുമായാണ് ബിനു പൊങ്ങി ഉയർന്നത്. കരിമീൻ കൃഷിയിൽ വൻപിച്ച വിജയം കൊയ്ത ബിനു തുടർന്ന് അനുബന്ധ വ്യവസായമായി താറാവ് കൃഷിയിലേക്ക് മാറിയപ്പോൾ താറാവിന്റെ വിസർജ്യ അവശിഷ്ടങ്ങൾ കരിമീനിന് മികച്ച ഭക്ഷണമാകുകയും താറാവിൽ നിന്ന് ധാരാളം മുട്ടയും മാംസവും ലഭിക്കുകയും ചെയ്തു. കരിമീൻ, താറാവ് മാംസം, മുട്ട എന്നിവയ്ക്ക് വിപണി തേടേണ്ടി വന്നില്ല ബിനുവിന്. ഈ കൂടുകൾക്കിടയിൽ വച്ചു തന്നെ വിപണനം തകൃതിയായി നടക്കുന്നു. ഇതിനു പുറമെ കരിമീൻ മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഹാച്ചറി കൂടിയായപ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങുവാനും ആവശ്യക്കാരെത്തി. ഉൽപാദന കേന്ദ്രത്തിൽ തന്നെ വിപണനവും. കരിമീനും താറാവ് കൃഷിക്കും നേരത്തെ തന്നെ ഈ മണ്ണിൽ ഉണ്ടായിരുന്ന ഇടത്തോടുകളാണ് അനുഗ്രഹമായത്. ഇരു കൃഷിയിലും പരമ്പരാഗത രീതിയും ശാസ്ത്രീയതയും സമന്വയിക്കുന്ന കൃഷി സമ്പ്രദായമാണ് ബിനുവിൻ്റേത്. 4 ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് ഒരു ഭാഗം കല്ലടയാറും ഒരു ഭാഗം അഷ്ടമുടി കായലും വേർതിരിക്കുന്ന ഒരു തുരുത്താണ്. കല്ലടയാർ സമൃദ്ധമായി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു പ്രദേശം. എന്നാൽ കല്ലട ഡാം വന്നതോടുകൂടി കല്ലടയാറിൻ്റെ ഒഴുക്ക് കുറയുകയും അഷ്ടമുടി കായലിൻ്റെ അതിപ്രസരം ജലത്തിലേക്ക് വരികയും ഉപ്പിൻ്റെ അംശം കൂടുകയും സുനാമിക്ക് ശേഷം ഉപ്പുവേലിയും അധികമാവുകയും ചെയ്തതോടുകൂടി കൃഷി എന്ന് പറയുന്നത് ഒരു അസാധ്യമായ സംഭവമായി മാറി. പരമ്പരാഗതമായി ലഭിച്ച 10 ഏക്കറോളം വരുന്ന തെങ്ങിൻ തോപ്പിൽ 400-ൽ പരം വരുന്ന തെങ്ങുകളുണ്ട്. മികച്ച വിളവ് ലഭിക്കുന്ന WCT ഇനത്തിൽപ്പെട്ടതാണ് ഭൂരിഭാഗവും. തോട്ടിൽ നിന്നും ലഭിക്കുന്ന എക്കലും ചെളിയും പച്ചില വളങ്ങളും ചാണകവും ചേർത്ത ജൈവ വളപ്രയോഗമാണ് ഇവിടെ നാളികേര കൃഷിക്ക് ഉപയുക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വിളയും ലഭിക്കുന്നു. പ്രതിവർഷം ഏകദേശം 50,000-ഓളം നാളികേരം ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഇളനീരിൻ്റെ വിൽപ്പനയിലൂടെയും നല്ല ഒരു വരുമാനം നേടിയെടുക്കുവാൻ സാധിക്കുന്നു. ഇവയുടെ വിൽപ്പനയും ശേഖരണവും ഒരേ കേന്ദ്രത്തിൽ തന്നെയാണ് എന്നതുകൊണ്ട് വിപണിയിലേക്ക് വാഹനങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ഉൽപ്പന്നങ്ങൾക്ക് കേടുപാടുകൾ മൂലമുണ്ടാകുന്ന നഷ്ടം ഒഴിവാകുന്നു. തെങ്ങ് മൺട്രോത്തുരുത്തിൻ്റെ തനത് വിള എന്ന് പറയാവുന്നത് തെങ്ങാണ്. ഒരു ഏകവിള കൃഷി, തെങ്ങ് മാത്രം കൃഷി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ് മൺട്രോത്തുരുത്ത്. ധാരാളം ഒരു 85 കാലഘട്ടങ്ങളിലൊക്കെ നല്ല വിലയൊക്കെ കിട്ടുകയും കർഷകർ ഒരുതരം സന്തോഷത്തിൽ കഴിഞ്ഞിരുന്നതാണ്. എന്നാൽ വെള്ളപ്പൊക്കം നീക്കുകയും കാർഷിക ഭൂമി കൃഷിഭൂമി അല്ലാതാവുകയും ചെയ്തതോടുകൂടി തെങ്ങിൻ്റെ വിളവ് കുറയുകയും
അതിൽ നിന്ന് കർഷകർക്ക് യാതൊരു പ്രയോജനം കിട്ടാതെ പോവുകയും ചെയ്തൊരവസ്ഥയാണ്. ഇപ്പോൾ തടം തുറന്ന് കുമ്മായവും ചാണകവും ഇട്ട് ചെളിയും ഇട്ട് മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കൃഷി രീതിയാണ് അവലംബിച്ചിരുന്നത്. എന്നാൽ തെങ്ങ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് രാസവളം തന്നതോടുകൂടി അതും കർഷകർ ഉപയോഗിച്ചു വരുന്നു. തങ്കപ്പനും പ്രസാദുമാണ് ഇവയുടെ നാട്ടിൻപുറ വിപണനക്കാർ. കൃത്യസമയം തന്നെ തെങ്ങ് വൃത്തിയാക്കുകയും തടമെടുക്കുകയും കൃത്യമായി വളപ്രയോഗം നടത്തുകയും ചെയ്യുന്നതിലൂടെ തെങ്ങുകൾക്കുണ്ടാകുന്ന കീടബാധ, മുരടിപ്പ് രോഗങ്ങളെ ചെറുക്കാനാകുന്നു. പരിചരണത്തിലെ അതീവ ശ്രദ്ധ തെങ്ങിന്റെ ഉൽപാദനത്തെ ഉയർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. തെങ്ങിന്റെ ഇടവിളയായി പലതരത്തിലുള്ള അനുബന്ധ കൃഷികളും ബിനു നടത്തുന്നു. അതുകൊണ്ട് ഒരു തുണ്ടു മണ്ണ് പോലും തരിശായിടുന്നില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. പച്ചക്കറിയും വാഴയും ഉണ്ടെങ്കിലും പ്രത്യേകതരം വാഴകൃഷിയാണ് പ്രധാനമായും ചെയ്യുന്നത്. ഞാലിപ്പൂവൻ, ഏത്തൻ, ജീനയൻ, റോബസ്റ്റ എന്നിവയാണ് കൂടുതലായും കൃഷി ചെയ്യുന്നത്. വേലിയേറ്റം കൂടുതൽ ഉള്ളതിനാൽ ചാലുകളിൽ വെള്ളം കെട്ടി നിർത്തിയാണ് കൃഷിരീതിയും ജലസേചനവും. ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തുന്നത് മൂലം ഉപ്പിന്റെ കാഠിന്യം ക്രമേണ കുറയുന്നു. ഇതിനാൽ സാധാരണ തടമെടുത്ത് വാഴവിത്ത് നടുന്നതിന് പകരം മണ്ണ് കൂന കൂട്ടിയാണ് വിത്തുകൾ പാകുന്നത്. ചാണകം, ഫോസ്ഫേറ്റ്, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ അടിവളമായി ഉപയോഗിക്കുന്നു. 200 വാഴയ്ക്ക് 200 ലിറ്റർ എന്ന തോതിൽ പൊട്ടാഷ്, യൂറിയ എന്നിവ കൂട്ടിയോജിപ്പിച്ച് ഓരോ ലിറ്റർ എന്ന അളവിൽ 20 ദിവസത്തിലൊരിക്കൽ വാഴയ്ക്ക് ചുറ്റും തളിക്കുന്നു. ഈ മണ്ണിൽ താരതമ്യേന പൊട്ടാഷിന്റെ അംശം കുറവായതിനാൽ പൊട്ടാഷ് 50 ഗ്രാം, യൂറിയ 30 ഗ്രാം എന്ന അളവിലാണ് ബിനുവിന്റെ വളപ്രയോഗ രീതി. കൂന കൂട്ടി അതിൽ വാഴ നടുക. അപ്പോൾ ഉപ്പുവേലിയിൽ നിന്ന് കുറേയധികം വാഴയെ ഉയരത്തി നിർത്തിക്കൊണ്ട് രക്ഷപ്പെടുത്താൻ എന്നൊരു ടെക്നിക്കാണ് ഉപയോഗിച്ചത്. അതിന് ആദ്യമേ തന്നെ കൂന കൂട്ടി അതിൽ ചാണകവും ചാണകവും ഫോസ്ഫേറ്റും കുമ്മായവും ഇട്ടതിന് ശേഷം വാഴ നടുകയും അതിനുശേഷം പൊട്ടാഷ്യം, യൂറിയയും നിശ്ചിത അളവിൽ ഓരോ 15-20 ദിവസം ഇടവേളകളിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് അവലംബിച്ചത്. ഈ രീതിയിൽ ടിഷ്യൂ കൾച്ചർ വാഴകളാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. ടിഷ്യൂ കൾച്ചർ വാഴ വയ്ക്കുമ്പോൾ നമുക്ക് കുലയ്ക്കുന്നതിന് 6 മാസം മാത്രം എടുക്കുന്നതിനാൽ ധാരാളമായി കൃഷി കാലദൈർഘ്യം കുറയ്ക്കുവാൻ കഴിഞ്ഞു. ടിഷ്യൂ കൾച്ചർ വാഴ ആയതിനാൽ ഇത് 6 മാസം കൊണ്ട് കുലയ്ക്കും. ഓരോ കുലയും ശരാശരി 30 കിലോ ഭാരമുണ്ടാകും. കുല വന്നു കഴിഞ്ഞാൽ ദ്വാരങ്ങളുള്ള പോളിത്തീൻ കവർ കൊണ്ട് മൂടുന്നു. ഇതുമൂലം എപ്പോഴും യൂണിഫോം ടെമ്പറേച്ചർ നിലനിർത്താനാകും. മറ്റൊന്ന്, സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ തടയുകയും ചെയ്യുന്നു. ഇതുമൂലം വാഴക്കുലയ്ക്ക് സാധാരണയുള്ളതിനേക്കാൾ 10% ഭാരം കൂടും. 15 ദിവസം മുൻപ് വിളവെടുക്കുകയും ആവാം. ബോട്ടിലൂടെയും കരമാർഗത്തിലൂടെയും അടുത്തുള്ള ഹരിത വിപണന കേന്ദ്രങ്ങളിലാണ് വാഴക്കുലകൾ നേരിട്ട് എത്തിക്കുന്നത്. ആഫ്രിക്കൻ മണിര കമ്പോസ്റ്റ്. പറമ്പിൽ നിന്നും ലഭിക്കുന്ന ജൈവ അവശിഷ്ടങ്ങൾ ഒരു ടാങ്കിൽ കൂട്ടിയിട്ട ശേഷം 8-1 ചാണകം കലർത്തി അതിൽ ആഫ്രിക്കൻ മണിരകളെ നിക്ഷേപിക്കുന്നു. ഒരു കൊല്ലമെത്തുമ്പോൾ ഇത് നല്ല ജൈവവളമായി മാറുന്നു. ഒരു മാലിന്യ നിർമ്മാർജ്ജനത്തിലൂടെ ഉപകരിക്കുന്ന രീതിയിൽ ജൈവാവശിഷ്ടങ്ങൾ നീക്കുന്നതിൻ്റെ കൃഷിഭവൻ്റെ സഹായത്തോടുകൂടി ആത്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മണ്ണര കമ്പോസ്റ്റ് യൂണിറ്റ് നമ്മൾ ആരംഭിക്കുകയുണ്ടായി. അതിപ്പോൾ ഈ നമ്മുടെ ഫാമിലെ മുഴുവൻ ജൈവാവശിഷ്ടങ്ങളും ചാണകവും 8-1 ചാണകവും കൂടെ ചേർത്ത് ആഫ്രിക്കൻ ഇനത്തിലൂടെ മണ്ണരയും ഇട്ട്
നമ്മളിപ്പോൾ ജൈവവളം ഉൽപ്പാദിപ്പിച്ച് നമ്മൾ പതുക്കെ ജൈവ കൃഷിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. തണുപ്പും ചെളിയും വെള്ളവും ധാരാളമുള്ളതിനാൽ പോത്തിന് ഏറെ പ്രിയപ്പെട്ടതാണ് ഈ കായലോരം. പോത്തിൻ മാംസത്തിന് വൻ ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കി 2 പോത്തിനെ ബിനു വാങ്ങി. കരഭൂമിയിലെ തന്നെ ഇലച്ചെടികളും പുല്ലും വെള്ളവും താനേ ലഭിക്കുന്നതിനാൽ കൂടുതൽ പരിചരണം ഇവയ്ക്ക് ആവശ്യമില്ല. നല്ല വിലയ്ക്ക് പിന്നീട് വിൽക്കുന്നതാണ് രീതി. ഇത് മലബാറി ജമുനാപാരി ഇനത്തിൽപ്പെട്ട ആടാണ്. പ്രധാനമായും റീപ്രൊഡക്ഷനു വേണ്ടിയാണ് ഉപയോഗം. അഴിച്ചു മാറ്റി കെട്ടി പറമ്പിലെ ചെടികൾ ഭക്ഷണമാക്കുന്നതിനാൽ ആടുകളെ പരിചരിക്കുവാൻ പ്രത്യേകമായി തൊഴിലാളികളെ നിർത്തേണ്ട ആവശ്യം വരുന്നില്ല. പ്രതിദിനം നല്ലൊരു വരുമാനവും ഇവയിൽ നിന്ന് ലഭിക്കുന്നു. പൂമ്പൊടിയും തേനുമുള്ള ധാരാളം മരങ്ങളും ചെടികളും കൃഷിയുടെ അനുഗ്രഹമായി ബിനു കരുതുന്നു. പൂത്തുനിൽക്കുന്ന വിവിധതരം ഫലവൃക്ഷങ്ങളും ഔഷധ ചെടികളും സമൃദ്ധമായി ബിനുവിൻ്റെ കൃഷിയിടത്തിൽ കാണാം. തെങ്ങ്, കശുമാവ്, മാവ്, അടയ്ക്കാമരം, പുളി, വാഴ, ലൗലി, ആരാൻപുളി തുടങ്ങിയവ ഉള്ളതിനാൽ തേനീച്ചയും ഇവിടെ ധാരാളമുണ്ട്. ഇതു മനസ്സിലാക്കിയ ബിനു അവിടെയായി തേനീച്ചക്കൂടുകൾ സ്ഥാപിച്ചിരിക്കുന്നു. തെങ്ങിൽ നിന്നും പൂമ്പൊടി ലഭിക്കുന്നതിനാൽ പരാഗണം വർദ്ധിക്കുന്നു. ഇതുമൂലം തെങ്ങിൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും രോഗങ്ങളിൽ നിന്നും തെങ്ങിനെ രക്ഷിച്ച് ധാരാളം കായ്ഫലങ്ങൾ ഉണ്ടാക്കുവാനും തേനീച്ചയുടെ സാന്നിധ്യം മൂലം സാധിക്കുന്നു. ഔഷധമൂല്യം കൂടിയ ചെറുതേൻ ഇവിടെ ചെറിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മളുടെ ഇടയിൽ പോടുകളിലൊക്കെ കിട്ടുന്ന ചെറുതേനീച്ചകളെ നമ്മൾ ചെറിയ കൂടുകളിലേക്കാക്കി ചെറിയ രീതിയിലാണ് ആദ്യം ആരംഭിച്ചത്. ഇതിനുശേഷം ഈ കൂടുകളെ ഓരോ 3 മാസം 4 മാസം കൂടുമ്പോഴേ 2ഉം 3ഉമായിട്ടായിട്ട് ഉപയോഗിച്ച് ഇങ്ങനെ ഇപ്പോൾ 20-25ഓളം ചെറു തേനീച്ചകളുടെ കൂടുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെറുതേനീച്ചയുടെ കൂടുകളുണ്ടാകുന്ന ഈ തേനീച്ചകളെല്ലാം തന്നെ നമുക്ക് 2 ഗുണമാണ്. ഒന്ന്, പരാഗണം വർദ്ധിപ്പിക്കുന്നത് മൂലം തെങ്ങിലൊക്കെ മറ്റേ വെള്ളക്കാവഴ്ചയിലെല്ലാം കുറയുകയും അതുപോലെ ഉൽപ്പാദന വർധനവ് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ എക്സ്ട്രാ തേനും ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുതേനെന്ന് പറയുന്നത് വളരെയേറെ ഗുണമേന്മയേറും വില കിട്ടുന്നതുമാണ്. അത് മാത്രമല്ല, ഇവിടുത്തെ തേനൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഇവിടെ 90-99% തെങ്ങിൽ നിന്ന് മാത്രം കിട്ടുന്ന തേനാണ്. അത് കാരണം ഇത് ബ്രാൻഡഡ് തേൻ എന്നാണ് പൊതുവെ ഹോർട്ടികോർപ്പെല്ലാം പറയുന്നത്. അതുപോലെ 2 ഗുണമാണ്. തേനും ലഭിക്കും, അതോടൊപ്പം കാർഷിക വിളകളുടെ പരാഗണം വർദ്ധിച്ച് ഉൽപ്പാദനവും വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട്. പൂമ്പൊടിയും തേനുമുള്ള ധാരാളം മരങ്ങളും ചെടികളും കൃഷിയുടെ അനുഗ്രഹമായി ബിനു കരുതുന്നു. മൺട്രോ തുരുത്തിൻ്റെ അഭിമാനമായി മാറിയ ബിനുവിൻ്റേത്. സംസ്ഥാനത്തെ മികച്ച കർഷകനുള്ള അംഗീകാരം തേടിയെത്തിയതിൻ്റെ കാരണവും ശ്രദ്ധേയമായ പരിചരണ രീതികളും പല വിധത്തിൽ രൂപപ്പെടുത്തിയ കൃഷി സമ്പ്രദായത്തിലെ മേന്മയും കൊണ്ടുതന്നെയാണ്. നിശ്ചയദാർഢ്യവും ദീർഘവീക്ഷണവും അതിലുപരി കാർഷിക വൃത്തിയോടുള്ള ആത്മാർത്ഥമായ സമീപനവുമാണ് ബിനു എന്ന കർഷകന്റെ ഈ വിജയത്തിന് വഴിതെളിച്ചത്.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗന്ധകപ്പൊടി ഉപയോഗിക്കുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. കൂടുകളിലെ മത്സ്യകൃഷിക്ക് 80% സാമ്പത്തിക സഹായം. റബ്ബർ മരങ്ങൾ തളിർക്കുമ്പോൾ ഇലകളെ ബാധിക്കുന്ന പൊടിക്കുമിൾ രോഗത്തിനെതിരെ ഗന്ധകപ്പൊടി തളിക്കുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലെന്ന് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഒയിഡിയം ഹീവിയ എന്ന ഇനത്തിൽപ്പെട്ട കുമിൾ റബ്ബറിന്റെ തളിരിലകളിൽ പെട്ടെന്ന് വ്യാപിക്കുന്നവയാണ്. ഇത് വലിയ തോതിൽ ഉൽപാദന നഷ്ടത്തിന് കാരണമാകുന്നു. ഈ രോഗത്തെ ചെറുക്കുന്നതിന് ഗന്ധകപ്പൊടി അടിക്കുന്നതിനാണ് റബ്ബർ ബോർഡ് ശുപാർശ ചെയ്തിട്ടുള്ളത്. ഗന്ധകപ്പൊടി ഉപയോഗം മനുഷ്യനും മൃഗങ്ങൾക്കും പ്രകൃതിക്കും ഹാനികരമല്ല. ഗന്ധകം പരിസ്ഥിതി സൗഹൃദ ജൈവ കുമിൾനാശിനിയായതിനാൽ റബ്ബർ തോട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്ന് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രം കർഷകരെ അറിയിച്ചു. സംസ്ഥാന ജലകൃഷി വികസന ഏജൻസിയായ അഡാക് കൂടുകളിലെ മത്സ്യകൃഷിക്ക് ധനസഹായം നൽകുന്നു. 20 കൂടുകളുള്ള ഒരു യൂണിറ്റിന് 80% വരെ ധനസഹായം ലഭ്യമാണ്. കർഷകർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047722622322. തോടുപുഴയിൽ കാഡ്സ് വിത്ത് മഹോത്സവവും ചക്ക മാമ്പഴ മേളയും ഏപ്രിൽ 21 മുതൽ 26 വരെ സംഘടിപ്പിക്കുന്നു. കേരളത്തിന്റെ തനത് വിത്തിനങ്ങളും നടീൽ വസ്തുക്കളും കർഷകർക്ക് തമ്മിൽ കൈമാറ്റം ചെയ്യുന്നതിനുള്ള വേദിയാണ് വിത്ത് മഹോത്സവം. വ്യക്തികൾക്കും സന്നദ്ധ സംഘടനകൾക്കും പങ്കെടുക്കാം. വിത്തുകളുടെയും നടീൽ വസ്തുക്കളുടെയും ഉൽപാദക വിതരണ ഏജൻസികളുടെ പ്രദർശനം ഉണ്ടായിരിക്കും. വിത്ത് മഹോത്സവത്തിൽ ജൈവ കൃഷി മേഖലയ്ക്ക് പ്രാധാന്യം നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9048778522. തൃശൂർ രാമപുരത്തുള്ള മിൽമ ട്രെയിനിംഗ് സെന്ററിൽ ആടുവളർത്തലിൽ 4 ദിവസത്തെ പരിശീലനം നൽകുന്നു. ഈ മാസം 24 മുതൽ 27 വരെയാണ് പരിശീലനം. 15 പേർക്കാണ് പ്രവേശനം. താൽപ്പര്യമുള്ളവർ 22 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കും പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048726956869. കർഷകർ തങ്ങൾ വളർത്തുന്ന ആടുകളിൽ ടെറ്റനസ് രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആടുകൾക്ക് ഏതെങ്കിലും വിധത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ സംഭവിച്ചാൽ മുറിവുകളിൽ ക്ലോസ്ട്രിയം ടെറ്റനസ് എന്ന ബാക്ടീരിയ വളരുകയും അവ ഉൽപ്പാദിപ്പിക്കുന്ന നാഡീവിഷം മാംസപേശികളിൽ ബാധിക്കുകയും ചെയ്യും. പനി, ശരീരം വടി പോലെ ആകുക എന്നിവയാണ് ടെറ്റനസിന്റെ ലക്ഷണം. പ്രതിരോധ കുത്തിവയ്പ്പാണ് വേണ്ടത്. പ്രസവത്തിന് മുൻപ് ടെറ്റനസ് ടോക്സോയിഡ് കുത്തിവെച്ച് ആടുകളിൽ പ്രതിരോധശേഷി ഉണ്ടാക്കണം. ആടുകൾക്ക് ടെറ്റനസ് രോഗം വരാതിരിക്കാൻ നൽകേണ്ട പ്രതിരോധ കുത്തിവയ്പ്പിനെ കുറിച്ച് അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 9447399303. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12500, വെളിച്ചെണ്ണ കോഴിക്കോട് 13600, വെളിച്ചെണ്ണ തൃശൂർ 12450, കൊപ്ര കൊച്ചി 8950, കൊപ്ര കോഴിക്കോട് 9000, കൊപ്ര തൃശൂർ 8625, കുരുമുളക് അൺഗാർബിൾഡ് 51500, കുരുമുളക് ഗാർബിൾഡ് 53500, ചുക്ക് മീഡിയം 22500, ചുക്ക് ബസ്റ്റ് 23500, മഞ്ഞൾ സേലം 7200, മഞ്ഞൾ ഈറോഡ് 7500, അടയ്ക്ക പുതിയത് 14500-നും 15500-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 14400, റബ്ബർ RSS 4 ഗ്രേഡ് 14700, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 14400, റബ്ബർ RSS 4 ഗ്രേഡ് 14750. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 12500, മാർച്ച് അവധി 12300, ഏപ്രിൽ അവധി 11970, മെയ് അവധി 11350, ജൂൺ അവധി 11250. കൊപ്ര 8625-നും 8950-നും മധ്യേ. പിണ്ണാക്ക് എക്സ്പെല്ലർ 2900, പിണ്ണാക്ക് റോട്ടറി 3000, കുരുമുളക് അൺഗാർബിൾഡ് 51500, കുരുമുളക് ഗാർബിൾഡ് 53500, ചുക്ക് മീഡിയം 22500, ചുക്ക് ബസ്റ്റ് 23500, മഞ്ഞൾ നാടൻ 6200, അടയ്ക്ക പുതിയത് 14500-നും 15500-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാം 330-നും 350-നും മധ്യേ.
ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 640-നും 700-നും മധ്യേ. ജാതിപത്രി കിലോഗ്രാമിന് 800-നും 850-നും മധ്യേ. ഗ്രാമ്പു കിലോഗ്രാമിന് 940. റബ്ബർ RSS 5 ഗ്രേഡ് 14,200-നും 14,400-നും മധ്യേ. റബ്ബർ RSS 4 ഗ്രേഡ് 14,700. ഒട്ടുപാൽ 10,100, ലാറ്റക്സ് 11,200. കമ്പോള അവലോകനം. ആഗോള റബ്ബർ വിപണിയിൽ ഈ വർഷത്തെ ഏറ്റവും ശക്തമായ വിലക്കയറ്റം ഇന്ന് അനുഭവപ്പെട്ടു. അനുകൂല തരംഗം കേരളത്തിലും ഷീറ്റ് വില ഉയർത്തി. ടയർ കമ്പനികളും ഇതര വ്യവസായികളും രംഗത്തെത്തിയതോടെ കോട്ടയത്ത് 4-ാം ഗ്രേഡ് റബ്ബർ 14,750 രൂപയായി. 5-ാം ഗ്രേഡ് 14,300-ലാണ്. ഇതിനിടയിൽ റബ്ബർ ഇറക്കുമതി ഫെബ്രുവരിയിൽ 91% വർദ്ധിച്ചതായി റബ്ബർ ബോർഡ് വ്യക്തമാക്കി. വിദേശ ഗ്രാമ്പു വരവ് കനത്തതോടെ നാടൻ ഉൽപ്പന്നത്തിന്റെ നിരക്ക് കുറഞ്ഞു. ഗ്രാമ്പു കിലോ 1,015 രൂപയിൽ നിന്നും 940 താഴ്ന്നു. നേരത്തെ കിലോ 1,200 രൂപ വരെ ഉയർന്നിരുന്നു. പുതിയ കൊപ്രയുടെ വരവ് എണ്ണ മാർക്കറ്റിലെ ചൂട് അല്പം തണുപ്പിച്ചു. തൃശൂരിൽ വെളിച്ചെണ്ണ വില 50 രൂപ കുറഞ്ഞു. അതേസമയം കൊച്ചി, കോഴിക്കോട് വിപണികൾ സ്റ്റഡിയായി നീങ്ങി. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.9, 26.9. കൊച്ചി 32.6, 23.4. ആലപ്പുഴ 33.5, 24.5. പുനലൂർ 35.5, 24. തിരുവനന്തപുരം 34.2, 23.2 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.